ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. സ്വത്തുവിവരം മറച്ചുവച്ചു പ്രിയങ്കയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിനെതിരെ നവ്യ ഹരിദാസ് ഹൈക്കോടതിയിൽ. കൊച്ചി, വയനാട് ഉപതിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികയിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി സ്വത്തുവിവരങ്ങൾ മറച്ചുവച്ചു എന്നാരോപിച്ചു ഹൈക്കോടതിയിൽ ഹർജി നൽകി ബി.ജെ.പി. സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ്. നാമനിർദ്ദേശ പത്രികയ്യിൽ പ്രിയങ്കയുടെയും കുടുംബത്തിന്റെയും സ്വത്തുവിവരങ്ങൾ തെറ്റായി രേഖപ്പെടുത്തിയെന്നാണ് ഹർജിയിലെ പ്രധാന ആരോപണം. ശനിയാഴ്ചയാണ് നവ്യ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ക്രിസ്മസ് അവധിക്ക് ശേഷം നവ്യയുടെ ഹർജിയിൽ ഹൈക്കോടതി തീരുമാനമെടുക്കും. നവംബർ 13 നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ 4 ലക്ഷത്തിലേറെ വോട്ടുകൾക്കാണ് പ്രിയങ്കയുടെ വിജയം. പ്രിയങ്കയുടെ നാമനിർദ്ദേശ പത്രികയിലെ വിവരങ്ങൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി ബി.ജെ.പി. നേരത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നെങ്കിലും പരാതി തള്ളിയിരുന്നു. തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാണ് ഹർജിയിൽ നവ്യ ആവശ്യപ്പെടുന്നതെന്ന് അഭിഭാഷകൻ ഹരികുമാർ ജി നായർ പറഞ്ഞു. കപ്പലുകൾക്ക് അന്യായനിരക്ക് ഈടാക്കുന്നത് നിർത്തണം, ഇല്ലെങ്കിൽ പാനമ കനാലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും. ന്യൂയോർക്ക്, പാനമ കനാലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് അന്യായനിരക്ക് ഈടാക്കുന്ന നടപടി നിർത്തണമെന്ന് നിയുക്ത യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇല്ലെങ്കിൽ കനാലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കേണ്ടി വരുമെന്നും ട്രംപ് പാനമയ്ക്ക് മുന്നറിയിപ്പ് നൽകി. കനാലിലൂടെ പോകുന്നതിന് യു.എസ്. കപ്പലുകൾക്ക് പാനമ അന്യായനിരക്ക് ചുമത്തിയിരുന്നു. ഇതോടെയാണ് സഖ്യരാജ്യമായ പാനമയ്ക്ക് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. പസഫിക്, അറ്റ്ലാന്റിക് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ലോകത്തിലെ തിരക്കേറിയ കപ്പൽ പാതയാണ് മധ്യ അമേരിക്കൻ രാജ്യമായ പാനമയിലെ ഈ കനാൽ. പാനമ കനാൽ മേഖലയിൽ വർദ്ധിച്ചുവരുന്ന ചൈനീസ് സ്വാധീനത്തെക്കുറിച്ചും ട്രംപ് ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. പാനമ ഈടാക്കുന്ന ഫീസ് തികച്ചും പരിഹാസ്യമാണ്, പ്രത്യേകിച്ചും പാനമയ്ക്ക് യു.എസ്. നൽകിയ ഔദാര്യം കണക്കിലെടുത്താൽ. കപ്പലുകൾക്ക് അന്യായനിരക്ക് ഏർപ്പെടുത്തുന്ന നടപടി ഉടൻ അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ പാനമ കനാലിന്റെ നിയന്ത്രണം യു.എസ്. ഏറ്റെടുക്കും. കനാലിന്റെ അധികാരം തെറ്റായ കരങ്ങളിലേക്ക് എത്താൻ യു.എസ്. അനുവദിക്കില്ല, ട്രംപ് മുന്നറിയിപ്പ് നൽകി. 1914 യു.എസ്. പാനമ കനാലിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 1977 പ്രസിഡന്റ് ജിമ്മി കാർട്ടർ ഒപ്പുവെച്ച കരാറിലൂടെ കനാലിന്റെ നിയന്ത്രണം പാനമയ്ക്ക് നൽകുകയായിരുന്നു. 1999 കനാലിന്റെ നിയന്ത്രണം പൂർണ്ണമായും പാനമ ഏറ്റെടുത്തു. രാജ്യാന്തര കപ്പൽ ഗതാഗതത്തിന്റെ 5% പാനമ കനാൽ വഴിയാണ്. ആര്യ തികഞ്ഞ പരാജയം, മേയർക്കു ധിക്കാരവും ധാർഷ്ട്യവും, വാങ്ങിക്കേണ്ടത് ജനങ്ങളുടെ അവാർഡ്. തിരുവനന്തപുരം CPM ജില്ലാ സമ്മേളനത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനം. മേയർക്കു ധിക്കാരവും ധാർഷ്ട്യവുമാണെന്ന് പ്രതിനിധികളിൽ ചിലർ വിമർശിച്ചു. ദേശീയ രാജ്യാന്തര പുരസ്കാരങ്ങൾ വാങ്ങിയിട്ട് കാര്യമില്ല, ജനങ്ങളുടെ അവാർഡാണ് വേണ്ടത്. അതിൽ മേയർ തികഞ്ഞ പരാജയമെന്നും വിമർശനമുണ്ടായി. മേയറെ അനുകൂലിച്ചും ചിലർ രംഗത്തെത്തി. രാഷ്ട്രീയ എതിരാളികൾ മേയറെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്ന് അവർ പറഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളിലും വിമർശനമുണ്ടായി. ആശുപത്രികളിൽ അത്യാവശ്യ മരുന്നുകൾ പോലുമില്ല, രാത്രികാലങ്ങളിൽ ഡോക്ടർമാരുമില്ല. പോലീസ് സ്റ്റേഷനിൽ പാർട്ടിക്കാർക്ക് നീതി കിട്ടുന്നില്ലെന്നും പരാതിയുയർന്നു. പാർട്ടിക്കാരാണെന്ന് പറഞ്ഞാൽ അവഗണനയാണ്, എന്നാൽ ബി.ജെ.പിക്കാർക്കും എസ്.ഡി.പിക്കാർക്കും നല്ല പരിഗണന കിട്ടുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിൽ ഉദ്യോഗസ്ഥ ഭരണമെന്നായിരുന്നു വിമർശനം. വിദ്യാഭ്യാസ വകുപ്പിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് എല്ലാം തീരുമാനിക്കുന്നത്. ശക്തനായ മന്ത്രി ഉണ്ടായിട്ട് പോലും ഒന്നും ചെയ്യാനാവുന്നില്ല. പാർട്ടി സെക്രട്ടറി M.V. ഗോവിന്ദനെ പരിഹസിച്ച് വനിതാ പ്രതിനിധി രംഗത്തെത്തി. പോലീസിനെ വിമർശിക്കുന്നതിനിടെയാണ് പാർട്ടി സെക്രട്ടറിയുടെ ശൈലിയെ പ്രതിനിധി പരിഹസിച്ചത്. ഗോവിന്ദൻ മാഷിന്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്താണെന്ന് അറിയണമെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിൽ പോകണമെന്ന് പ്രതിനിധി പറഞ്ഞു. സെക്രട്ടറിയുടെ പ്രസംഗത്തിന്റെ അർത്ഥം മനസ്സിലാകുന്നത് അപ്പോഴായിരിക്കും. പ്രസംഗം ഒരു വഴിക്കും പ്രവർത്തനം മറുവഴിക്കുമാണ്. പോലീസ് സ്റ്റേഷനുകളിൽ ഇരകൾക്ക് നീതിയില്ല, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള കേസുകളിൽ നടപടിയില്ല. പാർട്ടി നേതാക്കൾക്ക് പോലും നീതി ലഭിക്കുന്നില്ല. പാർട്ടിയിൽ വനിതകൾക്ക് പ്രാതിനിധ്യമില്ല, വനിതകളെ പാർട്ടി പദവികളിൽ തടയുന്നു. നിശ്ചിത പാർട്ടി പദവികളിൽ സ്ത്രീകളെ പരിഗണിക്കണമെന്ന് സർക്കുലർ ഇറക്കാനുള്ള ആർജവമുണ്ടോ എന്നും പ്രതിനിധി ചോദിച്ചു. ബി.ജെ.പിയിൽ ചേർന്ന കഴക്കൂട്ടം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി വിഷയത്തിൽ സംസ്ഥാന ജില്ലാ നേതൃത്വത്തിനു നേരെ വിമർശനമുണ്ടായി. മധു കഴക്കൂട്ടം വഴി പോയപ്പോൾ വെറുതെ കസേരയിൽ കയറി ഇരുന്നതല്ലെന്ന് ഒരു പ്രതിനിധി പറഞ്ഞു. ജില്ലാ സംസ്ഥാന നേതൃത്വമാണ് മധുവിനെ ഏരിയ സെക്രട്ടറിയാക്കിയത്. മധുവിനെ ഏരിയ സെക്രട്ടറിയാക്കിയ ഉത്തരവാദിത്വത്തിൽ നിന്ന് നേതൃത്വത്തിന് ഒഴിഞ്ഞു മാറാനാവില്ലെന്നും പ്രതിനിധികൾ പറഞ്ഞു. ദുരന്തബാധിതർക്കുള്ള KCBCയുടെ പുനരധിവാസ ഭവന പദ്ധതിക്ക് തുടക്കം. കോഴിക്കോട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാൻ കേരള കത്തോലിക്ക മെത്രാൻ സമിതി KCBC-യുടെയും കോഴിക്കോട് രൂപതയുടെ ശതാബ്ദി ആഘോഷ ഭവന പദ്ധതിയുടെയും ഭാഗമായി ഭവനരഹിതർക്ക് നടപ്പാക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയുടെ ശിലാആശീർവാദം KCBC ചെയർമാൻ കർദിനാൾ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാബ നിർവഹിച്ചു. കോഴിക്കോട് രൂപതയുടെ പരിധിയിലുള്ള മേലെ അരപ്പറ്റയിലെ സ്ഥലത്താണ് പുനരധിവാസ ഭവന പദ്ധതി നടപ്പിലാക്കുന്നത്. കേരളത്തിൽ ലത്തീൻ കത്തോലിക്ക മെത്രാൻ സമിതി KRLCBC പ്രസിഡന്റ് കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ സമ്മേളനത്തിൽ അധ്യക്ഷനായി. KCBC സെക്രട്ടറി കണ്ണൂർ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല അനുഗ്രഹ പ്രഭാഷണം നടത്തി. താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയൂസ് ഇഞ്ചനാനിയിൽ പങ്കെടുത്തു. കാരിത്താസ് ഇന്ത്യയുടെയും കേരള സോഷ്യൽ സർവീസ് ഫോറത്തിന്റെയും കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ, വികാരി ജനറൽ ഫാദർ ഡോക്ടർ ജെൻസൺ പുത്തൻവീട്ടിൽ, ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ പോൾ പേസി,
സാമൂഹിക സേവന വിഭാഗമായ ജീവനയുടെ ഡയറക്ടർ ഫാദർ ആൽഫ്രഡ് വടക്കേത്തണ്ടിൽ, ഫാദർ സണ്ണി എന്നിവരുടെ മേൽനോട്ടത്തിലാണ് ഭവന പദ്ധതി പൂർത്തീകരിക്കുന്നത്. ശ്രേയസ് പുലിക്കയം യൂണിറ്റ് സംഘടിപ്പിച്ച ക്രിസ്മസ് ദിനാഘോഷവും കുടുംബ സംഗമവും. ശ്രേയസ് കോഴിക്കോട് മേഖല പുലിക്കയം യൂണിറ്റ് സംഘടിപ്പിച്ച ക്രിസ്മസ് ദിനാഘോഷവും കുടുംബ സംഗമവും കോടഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ ഷാജു അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ക്രിസ്മസ് സന്ദേശം നൽകി മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് മഞ്ഞത്തോട്ടം അധ്യക്ഷം വഹിച്ചു. പുതുവർഷത്തെ പ്രതീക്ഷകളുടെ നോക്കിക്കാണുന്ന നാം നമ്മുടെ ഉള്ളിലെ തിന്മയെ വെടിഞ്ഞ് നന്ദിയുള്ളവരായിരിക്കണമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ ഉദ്ബോധിപ്പിച്ചു. വാർഡ് മെമ്പർ ശ്രീ വാസുദേവൻ മാസ്റ്റർ ആശംസ അർപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ജോസ് ഇടയത്തുപാറ സ്വാഗതവും സിഒ ലിജി സുരേന്ദ്രൻ നന്ദിയും അർപ്പിച്ചു. പ്രസ്തുത ചടങ്ങിൽ നടത്തിയ കരോൾ ഗാനം മത്സരത്തിൽ 1ാം സ്ഥാനം ജ്യോതി സംഘവും 2ാം സ്ഥാനം വിജയ സംഘവും 3ാം സ്ഥാനം വിസ്മയ സംഘവും കരസ്ഥമാക്കി. മത്സരത്തിൽ പങ്കെടുത്ത 20 സംഘങ്ങൾക്കും പ്രോത്സാഹന സമ്മാനം നൽകി. 150 അംഗങ്ങൾ മീറ്റിംഗിൽ പങ്കെടുത്തു. യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകി. സ്നേഹവിരുന്നോട് യോഗം അവസാനിച്ചു. വനനിയമ ഭേദഗതിക്കെതിരെ കിഫയുടെ ഫ്രീഡം മാർച്ചിന് കൂരാച്ചുണ്ടിൽ തുടക്കം. കൂരാച്ചുണ്ട് കേരളത്തിൽ ഫോറസ്റ്റ് ഗുണ്ടാരാജിന് വഴിവെക്കുന്ന കാടൻ വന നിയമ ഭേദഗതിക്കെതിരെ സംസ്ഥാന വ്യാപകമായി കിഫ സംഘടിപ്പിക്കുന്ന ഫ്രീഡം മാർച്ചിന് കൂരാച്ചുണ്ടിൽ തുടക്കം കുറിച്ചു. ഫോറസ്റ്റ് കരി നിയമത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം അലയടിച്ച ഫ്രീഡം മാർച്ചിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ഫ്രീഡം മാർച്ചിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കിഫ ചെയർമാൻ അലക്സ് ഒഴുകയിൽ നിർവഹിച്ചു. ശക്തമായ ജനരോഷം തണുപ്പിക്കാൻ ഏതെങ്കിലും ചില വ്യവസ്ഥകളിൽ ഇളവ് നൽകിക്കൊണ്ട് ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കം ഒരു തരത്തിലും അനുവദിക്കില്ല എന്നും പ്രസ്തുത നിയമ ഭേദഗതിയിൽ താഴെ പറയുന്ന ജനവിരുദ്ധ വകുപ്പുകൾ പൂർണ്ണമായി എടുത്തുകളയണമെന്നും അലക്സ് ഒഴുകയിൽ ആവശ്യപ്പെട്ടു. 1. ആരെയും സ്വന്തം വീടുകളിൽ നിന്നോ തെരുവിൽ നിന്നോ യാതൊരു കാരണവുമില്ലാതെ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാനും തുറങ്കിലടപ്പിനുമുള്ള അധികാരം. 2. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞു ആരെ വേണമെങ്കിലും ഫോറസ്റ്റുകാർക്കു അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം. 3. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്ന നിർവചനത്തിലേക്ക് ട്രൈബൽ വാച്ചർ എന്നിവരെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. 4. പുഴ എന്നതിന്റെ നിർവചനത്തിൽ ഫോറസ്റ്റിനു അകത്തുകൂടെ ഒഴുകുന്ന പുഴ മാത്രമല്ല ഫോറസ്റ്റിലേക്ക് ഒഴുകിയെത്തുന്ന പുഴ എന്നും കൂടെ പറഞ്ഞുകൊണ്ട് പഞ്ചായത്തുകളുടെ അധികാരത്തിലുള്ള പുഴയിൽ ഫോറസ്റ്റുകാർക്ക് അധികാരം സ്ഥാപിക്കാനുള്ള ശ്രമം. 5. ഫോറസ്റ്റ് വകുപ്പിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് അടക്കം വെറും സംശയത്തിന്റെ പുറത്ത് ആരുടെ വീട്ടിലും കയറി പരിശോധന നടത്താനും വാഹനങ്ങൾ തടഞ്ഞു പരിശോധിക്കുവാനുമുള്ള അനിയന്ത്രിതമായ അധികാരം നൽകിയിരിക്കുന്നു. 6. ഫോറസ്റ്റുകാർ അറസ്റ്റ് ചെയ്താൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണം എന്നുള്ള നിയമം മാറ്റി ഫോറസ്റ്റ് സ്റ്റേഷനിലോ പോലീസ് സ്റ്റേഷനിലോ എന്നാക്കി മാറ്റി ഫോറസ്റ്റുകാർക്ക് ലോക്കപ്പ് മർദ്ദനത്തിന് ലൈസൻസ് നൽകാനുള്ള ശ്രമം. 7. ഫോറസ്റ്റ് ഉൽപ്പന്നമാണോ എന്ന് സർട്ടിഫൈ ചെയ്യാനുള്ള അധികാരം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് നൽകാനുള്ള ശ്രമം. കിഫ ജില്ലാ പ്രസിഡന്റ് മനോജ് കുമ്പളാനിക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബെന്നി ജോൺ എടത്തിൽ, ജോർജ് കല്ലറത്തിൽ, ജിമ്മി വല്ലയിൽ എന്നിവർ പ്രസംഗിച്ചു. കൂരാച്ചുണ്ടിൽ തുടങ്ങിയ ഫ്രീഡം മാർച്ച് മറ്റു എല്ലാ ജില്ലകളിലും നടത്തുമെന്നും ഫ്രീഡം മാർച്ചിന്റെ 2ാം ലെഗ് പാലക്കാട് ജില്ലയിൽ കാഞ്ഞിരപ്പുഴയിൽ ജനുവരി 12-ന് നടത്തുമെന്നും കിഫ സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു. ചെമ്പുകടവ് സെന്റ് ജോർജ് ദേവാലയത്തിലെ ടൗൺ കരോൾ ഇന്ന്. കോടഞ്ചേരി ചെമ്പുകടവ് സെന്റ് ജോർജ് ദേവാലയത്തിലെ യുവജന സംഘടനയായ KCYM-ഉം മാതൃവേദിയും AKCC-യും സംയുക്തമായി നടത്തപ്പെടുന്ന സ്വർഗീയ രാവ് ടൗൺ കരോൾ ഇന്ന് 22 ഞായറാഴ്ച നടക്കും. വൈകിട്ട് 5:45-ന് ചെമ്പുകടവ് ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച് പൂവത്തിൻ ചുവട്, തുഷാരഗിരി, വട്ടച്ചുവട്, ചെമ്പുകടവ്, പറപ്പെട്ട്, റിയാനി നഗർ, വയലും വീടും എന്നിവിടങ്ങളിലൂടെ ചുറ്റിസഞ്ചരിച്ച് തിരിച്ച് ദേവാലയത്തിൽ എത്തിച്ചേരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മുക്കത്ത് വീടിനും ബൈക്കിനും തീയിട്ടു. മകനെതിരെ പരാതിയുമായി അമ്മ. മുക്കം വീടിനും മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്കിന് തീയിട്ടു. മുക്കം നഗരസഭയിലെ വട്ടോളിപ്പറം പുല്ലുവെട്ടുകുഴിയിൽ ശ്രീദേവിയുടെ വീട്ടിൽ വെള്ളിയാഴ്ച രാത്രി 10:30-യോടെയാണ് സംഭവം. ഇവരുടെ മരുമകൻ സതീഷ് ചന്ദ്രന്റെ KL 12G 1228 ബജാജ് ഡിസ്കവർ ബൈക്കാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ബൈക്കിൽ നിന്ന് തീ വീട്ടിലേക്ക് ആളിപടർന്ന് കയറുകയായിരുന്നു. വീടിന്റെ വയറിന് ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ കത്തിനശിച്ചു. മുക്കം അഗ്നിരക്ഷാ നിലയത്തിൽ നിന്ന് ഒരു യൂണിറ്റ് അഗ്നിശമന സേനയെത്തിയാണ് തീയണച്ചത്. തീ കത്തിയപ്പോൾ ഇവരുടെ മകൾ ശ്രീദേവിയും മരുമകനും സഹോദരിയും 3 കുട്ടികളും വീട്ടിനകത്തുണ്ടായിരുന്നെങ്കിലും അതിൽ പുറത്തുനിന്ന് ആരോ താഴിട്ടതിനാൽ തള്ളി തുറന്ന് രക്ഷപ്പെടുകയായിരുന്നു. പരിക്കേറ്റ ഇവർ മണാശ്ശേരിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. അതേസമയം വീടിനും ബൈക്കിനും തീയിട്ടത് മകൻ ശ്രീവേഷാണെന്ന് അമ്മ ശ്രീദേവി മുക്കം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. വർഷങ്ങളായി മകൻ വീടിനടുത്ത ഷെഡിലാണ് താമസമെന്നും ഇവർ പറഞ്ഞു. മദ്യപിച്ച് വീട്ടിലെത്തുന്ന മകന്റെ ഉപദ്രവത്തെ തുടർന്ന് നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്നും ഇവർ പറയുന്നു. വെള്ളിയാഴ്ചയും അക്രമ സ്വഭാവം കാണിച്ചപ്പോൾ വൈകുന്നേരം 7-ന് പോലീസിൽ വിളിച്ചെങ്കിലും രാത്രി 10:30-യോടെ ബൈക്ക് കത്തിയ ശേഷമാണ് പോലീസ് സ്ഥലത്തെത്തിയതെന്നും ഇവർക്ക് പരാതിയുണ്ട്. സംഭവത്തിൽ മുക്കം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് നിന്നെത്തിയ വിരലടയാള വിദഗ്ധർ സ്ഥലത്ത് പരിശോധന നടത്തി. ബൈക്കിന് തീയിടാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന പെട്രോൾ നിറച്ച കുപ്പിയും മറ്റ് സാധന സാമഗ്രികളും പോലീസ് കണ്ടെടുത്തു. സിസ്റ്റർ ജോസലിൻ കുന്നത്ത് നിര്യാതയായി. കോടഞ്ചേരി ഇടവകാംഗമായ സിസ്റ്റർ ജോസലിൻ കുന്നത്ത്
83, SMI, കൽക്കട്ടയിൽ വെച്ച് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് നിര്യാണം. സംസ്കാരം നാളെ 23 ഡിസംബർ 24 രാവിലെ 9-ന് സഹോദരൻ മാർ ജോസഫ് കുന്നത്തിന്റെ കാർമ്മികത്വത്തിൽ SMI സിസ്റ്റേഴ്സിന്റെ കൃഷ്ണനഗർ മദർ ഹൗസിൽ നടക്കും. പരേതരായ കുന്നത്ത് മത്തായി മറിയം ദമ്പതികളുടെ മകളാണ്. പരേതനായ KM വർക്കി, റിട്ടയേർഡ് അധ്യാപകനായ KM മത്തായി, ബിഷപ്പ് ജോസഫ് കുന്നത്ത് അദിലാബാദ്, CMI, KM ദേവസ്യ, KM തോമസ്, KM ആന്റണി എന്നിവർ സഹോദരങ്ങളാണ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.